വിജയ് വോട്ട് വീഴുമെന്ന് കേൾക്കാൻ തുടങ്ങിയ അന്ന് തുടങ്ങിയതാണ് UDF-ലെ പ്രമുഖ നേതാക്കളുടെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള മനക്കോട്ടകെട്ടൽ. ഹൈക്കമാൻഡിൽ നിന്ന് പഴി കേൾക്കുമെന്ന് പേടിച്ച് പോളിംഗ് വരെ അടക്കിപ്പിടിച്ച ഗ്രൂപ്പ് വികാരം അണികളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും അണപൊട്ടുകയാണ്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല സൈബർ ക്യാമ്പുകളായി തിരിഞ്ഞാണ് ഇവരുടെ പടയൊരുക്കം. വോട്ടെണ്ണലിന് 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വിജയ് ആരെന്ന് പോലും നിശ്ചയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും വിജയിച്ചാൽ കൂടെ കൂട്ടേണ്ട സ്വന്തം MLA-മാരും അണികളും ഒപ്പമില്ലേ എന്ന പരിശോധന കൂടിയാണ് സൈബർ ക്യാമ്പയിനിലൂടെ ഉറപ്പാക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. കൊടുമ്പിരി കൊണ്ട് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ. പൊതുജന മധ്യത്തിൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി അണികൾ ഉയർത്തിക്കാട്ടുന്ന KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവർ. വീഡിയോകളും ഡോക്യുമെന്ററിയും പുസ്തകങ്ങളുമായി കളം നിറയാനുള്ള ശ്രമത്തിലാണ് നേതാക്കൾ. രമേശ് ചെന്നിത്തലയെ വാഴ്ത്തി ജനനായകൻ എന്ന വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞു. ചെന്നിത്തലയുടെ ജീവചരിത്രം വ്യക്തമാക്കുന്ന നിലയിൽ പ്രസംഗങ്ങളും വാർത്താ സമ്മേളനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയ വീഡിയോയാണ് പുറത്തിറക്കിയത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഷൂട്ട് അവസാന ഘട്ടത്തിലാണ്. വേണുഗോപാലിന്റെ ജീവചരിത്രം പുസ്തകമായി ഉടൻ പുറത്തു വന്നേക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തെരഞ്ഞെടുത്ത പ്രസംഗങ്ങളുടെ പുസ്തകം അണിയറയിൽ ഒരുങ്ങുകയാണ്. ഓരോ നേതാക്കളെയും ഉയർത്തിക്കാട്ടുന്ന AI വീഡിയോകളും വാർത്താ സമ്മേളനങ്ങളും റീൽസുകളും എല്ലാം പ്രചരിക്കുകയാണ്. എന്തായാലും അധികാരത്തിൽ വരുമെന്നുറപ്പിച്ച് മുഖ്യമന്ത്രിയാകാൻ ആരാണ് യോഗ്യൻ എന്നുറപ്പിക്കാനുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. KC വേണുഗോപാലിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ റീലുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയാകട്ടെ യൂട്യൂബിൽ പുതിയ പോഡ്കാസ്റ്റ് ചാനൽ ആരംഭിച്ച് വികസനത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കുവെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതേസമയം മലപ്പുറത്ത് നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യം എന്ന ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. ഇതിനിടെ കോൺഗ്രസ് മുഖ്യമന്ത്രി തർക്കത്തിൽ മുസ്ലിം ലീഗ് പരസ്യമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. KC വേണുഗോപാലിന് വേണ്ടി KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ പാണക്കാടെത്തി ലീഗ് നേതാക്കളുമായി ചർച്ചയും നടത്തി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേര ലാക്കാക്കിയുള്ള ചരടുവലികളും പക്ഷം ചേരലുകളും പുറമേ ശാന്തമാണെങ്കിലും അകത്ത് പ്രക്ഷുബ്ധമായി തുടരുകയാണ്. മുഖ്യമന്ത്രി പദം ലക്ഷ്യമിടുന്ന 3 ക്യാമ്പുകളും കൃത്യമായ കണക്കുകൂട്ടലിൽ ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് അനുഭാവിയായ എഴുത്തുകാരി സുധാ മേനോൻ KC വേണുഗോപാലിന് പിന്തുണയർപ്പിച്ച് ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് പങ്കുവെച്ച് തിരുവനന്തപുരം അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി VS ശിവകുമാർ തന്റെ പക്ഷം വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളായ രമ്യ ഹരിദാസ്, റോജി M. ജോൺ MLA, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ തുടങ്ങിയവരും നവമാധ്യമങ്ങളിൽ KC അനുകൂല പോസ്റ്റിട്ടു. നവമാധ്യമങ്ങളിൽ വാദപ്രതിവാദം രൂക്ഷമാകുന്നതിനിടെ KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ MP ആണ് ചേരിതിരിഞ്ഞുള്ള അടുത്ത വെടി പൊട്ടിച്ചത്. KC വേണുഗോപാലിനെ വാനോളം പുകഴ്ത്തി ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയ K. സുധാകരൻ കേരളത്തിനാവശ്യം വേണുഗോപാലിനെ പോലെ ഒരു നേതാവിനെയാണെന്ന് പറഞ്ഞു വെച്ചു. തനിക്ക് സീറ്റ് ലഭിക്കാതിരുന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി അകന്ന K. സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രചാരണ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ ഉയർത്തി കാണിച്ചിരുന്നു. വിഷുദിനത്തിൽ അഭിപ്രായത്തിൽ മലക്കം മറിഞ്ഞ സുധാകരൻ KC പക്ഷത്തേക്ക് ചേക്കേറി തിരിഞ്ഞുകൊത്തി. സുധാകരനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സൈബർ ഇടങ്ങളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും മുൻനിർത്തിയുള്ള തർക്കം മുറുകുമ്പോൾ ഒത്തുതീർപ്പ് മുഖ്യമന്ത്രി എന്ന നിലയിൽ കയറി വരാമെന്നാണ് KCയുടെ പ്രതീക്ഷ. ഇതിനിടെ MP-മാരെ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയത് സതീശനും സണ്ണി ജോസഫുമാണെന്ന് കരുതുന്ന മുതിർന്ന നേതാവ് MK രാഘവൻ MP-യുടെ മനസ്സും വേണുഗോപാലിനൊപ്പമാണ്. സമാന വികാരമാണ് അടൂർ പ്രകാശിന്. സംഘടനാശേഷിയിൽ UDF-ന്റെ ദൗർബല്യം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നേതൃപരമായ മികവ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രകടിപ്പിച്ചിരുന്നു. പ്രതിപക്ഷം എണ്ണത്തിൽ വളരെ ചെറുതായിരുന്നിട്ട് പോലും കഴിഞ്ഞ 5 വർഷം നേതൃത്വം കാട്ടിയ ആത്മവീര്യം വളരെ വലുതാണ്. സതീശന് മറുപടി പറയുക എന്നതിലേക്ക് ഇടതുപക്ഷം പലപ്പോഴും ചുരുങ്ങി. അതേസമയം കളത്തിൽ താനുമുണ്ട് എന്ന സന്ദേശവുമായി രമേശ് ചെന്നിത്തലയുടെ അനുകൂലികളും നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. എന്നാൽ 5 വർഷം മുൻപ് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡ് വിളിച്ച MLA-മാരുടെ യോഗത്തിൽ ഭൂരിഭാഗവും പിന്തുണച്ചത് രമേശിനെ ആണെങ്കിലും നറുക്കു വീണത് സതീശനായിരുന്നു. പുതുമുഖം നയിക്കട്ടെ എന്നായിരുന്നു ഹൈക്കമാൻഡ് പ്രഖ്യാപനം. ഇതിന് പ്രായശ്ചിത്തം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രമേശ്. പിന്തുണയ്ക്കുന്നവരുടെ എണ്ണമെടുത്താൽ KC വേണുഗോപാലിന് വേണ്ടി ഉയർന്ന കൈയും നാവും തന്നെയാകും കൂടുതൽ. ഹൈക്കമാൻഡിലെ പിടിപാട് വെച്ച് KCക്ക്
വേണ്ടി പണിയെടുത്താൽ നഷ്ടം വരില്ല എന്ന ഉറപ്പാണ് ഇതിനു പിന്നിൽ. കെ മുരളീധരൻ ഈ മുഖ്യമന്ത്രി കളിയിലില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വോട്ട് എണ്ണിക്കഴിയും വരെ കാക്കുകയാവും നല്ലത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ട പക്വത കെ മുരളീധരൻ കാട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയാകാനുള്ള ആളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വി ഡി സതീശനും 5 വർഷം മുൻപ് അങ്ങനെ ഉറപ്പിച്ചിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പദവി കൈവിട്ടുപോയ രമേശ് ചെന്നിത്തലയുമാണ് UDFന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി പരിഗണനയിൽ വരിക. കൂടുതൽ സീറ്റ് നേടിയ കക്ഷിയുടെ സാമാജികർ അവരുടെ നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നതാണ് രീതി. പക്ഷേ അങ്ങനെ നടക്കാറില്ല. നേതൃ തീരുമാനം ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ എത്തുകയാണെങ്കിൽ നിലവിലെ മുൻഗണനകൾ അട്ടിമറിക്കപ്പെട്ട് KC വേണുഗോപാൽ എന്ന നേതാവിലേക്ക് സ്ഥാനം എത്തുമോ എന്ന് കണ്ടറിയണം. ഇതോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.